പ്രവാസികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും പ്രവാസികളായ ആളുകൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അറിയുകയാണ്. അവരുടെ ചിരി മുഖത്ത് അവർക്ക് ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയാന്തരങ്ങളിൽ വേദനകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഓരോരുത്തരുടെയും വേദനകള് അവര് കടിച്ചിറക്കി ആരുടെയും മുന്നിൽ പരിഭവങ്ങളോ പരാതികളോ പറയാതെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിച്ച് ജീവിക്കുന്ന എത്രയോ പ്രവാസി സഹോദരങ്ങളുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കുടുംബങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സദാസമയം അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടിയുള്ള ദുആ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കണം. ഒന്നിരിക്കൽ അവരുടെ ജോലികളുടെ ഭാഗമായിട്ട് നിരന്തരമായി ജോലി ചെയ്യുന്നവർ, ഞാൻ ഇന്നലെ രാത്രി ഏകദേശം കുറച്ചാളുകളെയൊക്കെ കാണാൻ വേണ്ടി പോയി. തിരിച്ചു വരുമ്പോ ഏകദേശം ഒരു മണിയായിട്ടുണ്ട്. ഒരു മണി ആയപ്പോൾ അവര് നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകൾ എല്ലാം കഴിഞ്ഞ് രാത്രി അവർ ഉറങ്ങുമ്പോ 2 മണി സമയമാണ്. 2 മണിക്ക് ഉറങ്ങിയ അവര് പിന്നെ അവരുടെ ജോലി ആവശ്യാർത്ഥം അവര് ആ റൂമിൽ ഇറങ്ങിപ്പോകുന്നത് ഏകദേശം 5 മണിയാകുമ്പോ അവര് ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അവരവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. എത്രയാ ഉറങ്ങിയിട്ടുണ്ടാവുക? 2 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണിക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് 5:30 മണിക്കാണ് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുത്ത ഉടനെ 5 മണിക്കാണ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച ഉടനെ അവര് പുറപ്പെടുകയാണ്. ഇതിന്റെ ഇടയിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവുക കേവലം 3 മണിക്കൂർ മാത്രമാണ്. 3 മണിക്കൂർ ഉറങ്ങിയവര് പിന്നീട് ഡ്യൂട്ടിക്ക് വേണ്ടി പോയി. തിരിച്ച് അവരുടെ ഡ്യൂട്ടിക്കിടയിൽ അവര് പല പ്രവർത്തനങ്ങളിലും ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി പല വിഷയങ്ങൾ, നാട്ടിലെ സ്ഥാപനങ്ങൾ, നാട്ടിലെ പല പദ്ധതികൾ, പല സ്ഥാപനങ്ങൾ, ഉസ്താദുമാര് വരുമ്പോ അവരുടെ വിഷയങ്ങൾ, അങ്ങനെ പലതും ഇതിന്റെ ഇടയിൽ അവർ ചെയ്തു തീർത്ത് വീണ്ടും രാത്രി അവര് 1 മണി 12 മണി അവരുടെ കണക്കുകളെല്ലാം കൂട്ടി വീണ്ടും ഇതിന്റെ ഇടയിൽ അവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. ഈ അധ്വാനിച്ച് അവര് നാട്ടിലേക്ക് കൊടുത്തയക്കുന്ന ഓരോ നാണയത്തുട്ടുകൾക്കും വലിയ വിലയുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അനാവശ്യമായി അവരധ്വാനിച്ചുണ്ടാക്കി കൊടുത്തയക്കുന്ന പണം അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല. വളരെ ശ്രദ്ധയോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയത്തിലായാലും വസ്ത്രം വാങ്ങുന്ന വിഷയത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ആഘോഷ പരിപാടികളായാലും നമ്മുടെ എന്ത് വിഷയങ്ങളായാലും അവരുടെ ശരീരത്തിലെ ചോര നീരാക്കി അവരധ്വാനിച്ച് കൊടുത്തയക്കുന്ന പണം അതിന് വലിയ മൂല്യമാണ്. ആ മൂല്യം നമ്മൾ ഉൾക്കൊള്ളാനും ആ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുവാനും നമ്മുടെ സാമ്പത്തികമായ മേഖലകളിൽ വലിയ ഭദ്രതകൾ കൊണ്ടുവരുവാനും നല്ല ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസികൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവർക്ക് നാട്ടില് നല്ല വീടുണ്ട്, മനോഹരമായ വീടുകളുണ്ട്,
അതുപോലെ തന്നെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഒഴിവാക്കി അവരിവിടെ വന്ന് താമസിക്കുന്നത് കണ്ടാൽ അവര് ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു റൂമിന്റെ ഉള്ളിൽ 4-5 ആളുകൾ കട്ടിലിന്റെ മുകളിൽ കട്ടിലുകളിട്ട് അങ്ങനെ താമസിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ച് ആ ജീവിതം കൊണ്ടുണ്ടാക്കിയതാണ് അതെല്ലാം. അത് ഭദ്രമായി സൂക്ഷിക്കലും അത് ഭംഗിയോടുകൂടെ കൊണ്ടുപോകലും അതെല്ലാം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് കരുതി വലിയൊരു ഉത്തരവാദിത്വമാണ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അനാവശ്യമായ ചെലവുകളിൽ നിന്ന് മാറി നിന്ന് എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുവാനും സ്വന്തം ശരീരത്തെ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ കൂടുതൽ സൂക്ഷിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രവാസ ലോകത്ത് നിന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മേഖലകളെല്ലാം അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ഭർത്താക്കന്മാർക്കും നമ്മുടെ മക്കൾക്കും പ്രവാസ ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറാത്തുകളും വലിയ ബറക്കാത്തുകളും അല്ലാഹു നൽകട്ടെ. അവര് ഈ ജീവിതത്തിന്റെ ഇടയിലൊക്കെയും അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും പ്രിയവും ഇഷ്ടവുമെല്ലാം കാണുമ്പോൾ മാഷാ അല്ലാഹ് അവർക്കതാണ്. ഇന്നലെ നമ്മളിങ്ങനെ കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ഉസ്താദെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ പ്രവാസ ലോകത്തുള്ളൊരു സന്തോഷം ഉസ്താദുമാര് വരുമ്പോൾ സയ്യിദന്മാര് വരുമ്പോൾ അവരെ ഞങ്ങൾക്ക് സ്വീകരിക്കാനും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ വലിയ ഒരു സന്തോഷമെന്ന് അവര് വിഷമങ്ങൾക്കിടയിലും അവര് പറയുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെ നല്ല കൽബാണ്, അവരുടെ നല്ല മനസ്സാണ്. അല്ലാഹു എല്ലാ പ്രവാസ ലോകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മദനിയം കുടുംബത്തിലെ ഓരോരുത്തരുടെയും പലരുടെയും ഉപ്പമാരും ഉമ്മമാരും മക്കളും അതുപോലെ തന്നെ കുടുംബങ്ങളും സഹോദരിമാരും ഭാര്യമാരും എല്ലാവരും മദനിയത്തിലെ സ്ഥിരം കുടുംബങ്ങളാണ്. അവർക്കൊക്കെയും അല്ലാഹുവേ നീ വലിയ ഖൈറും ബറക്കത്തും നീ ചൊരിയണേ അല്ലാഹ്. എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യുന്ന സമയത്ത് ഉമ്മമാര് ദുആ ചെയ്യണം. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന എന്റെ മോന്റെ കാര്യം, ഭാര്യമാര് ദുആ ചെയ്യണം. പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് നല്ല റാഹത്തോടെ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ സഹോദരിമാരുടെ കല്യാണമെല്ലാം വളരെ ഭംഗിയോടുകൂടെ കഴിഞ്ഞുകൂടാൻ കാരണമായത് ഈ പ്രവാസ ലോകത്തുള്ള സ്വന്തം സഹോദരന്റെ അധ്വാനങ്ങളാണ്. അപ്പോ ആ സഹോദരന് നീ കാവലാകണേ എന്ന് അവരും ദുആ ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും മക്കളും ഭാര്യമാരും ഉമ്മമാരും അതിന് വേണ്ടപ്പെട്ട എല്ലാവരും നിരന്തരം ദുആ ചെയ്യണം. ദുആ എല്ലാത്തിനും വലിയ പരിഹാരമാണ്. ദുആഇന്റെ മുന്നിൽ നേടാത്ത ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം നിസ്കാരം കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ള സമയങ്ങളിൽ മദനിയത്തിൽ പങ്കെടുക്കുമ്പോ മദനിയത്തിലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിയുമ്പോഴൊക്കെയും ഈ വലിയ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭർത്താവിനെ, മക്കൾക്ക്, ഭാര്യക്ക്, ജ്യേഷ്ഠനെ, അനുജനെ, സഹോദരനെ, സഹോദരിക്ക്, അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാവർക്കുമുള്ള വലിയ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു അവർക്കൊക്കെ വലിയ കാവൽ അല്ലാഹു നൽകട്ടെ. ഒരൊറ്റ ഞങ്ങളുടെ മദനീയം പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മദനീയം കുടുംബത്തിലെ ഓരോരോ അവരുടെ പ്രവാസ ലോകത്തുള്ളവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാഹ്. മരിച്ച ജനാസ ഈ നാട്ടിൽ നിന്ന് അവർ മരണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ട് അവരുടെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയോ ഞങ്ങളെ മദനീയ പരിപാടിയിൽ പങ്കെടുത്ത് ഈ മദനീയ മജ്ലിസുകളിലൊക്കെ ഞങ്ങളുടെ കൂടെ ദിക്റും
ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും ഒക്കെ ചൊല്ലുന്ന എല്ലാ മദനീയം കുടുംബത്തിലെ ഓരോരുത്തരെയും അല്ലാഹുവേ അവരുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ മദനീയം കുടുംബത്തിലെ ഒരൊറ്റ ഉപ്പക്കും ഒരു ഭാര്യക്കും ഒരു മക്കൾക്കും ഒരാൾക്കും നീ നൽകല്ലേ അല്ലാഹ്. ഇങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോ ഒരാൾ നമ്മളോട് ചോദിക്കാണ്, എന്താണ് നിങ്ങൾ മദനീയം കുടുംബത്തിന് മാത്രമാണല്ലോ ദുആ ചെയ്യണത്? നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ടെങ്കിലും മദനീയം എന്ന് പറയുന്ന കുടുംബത്തിന് പ്രത്യേകമായി ദുആ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ആവശ്യം എന്ന നിലക്കാണ്. മദനീയം കുടുംബത്തെ ഒഴിവാക്കി നമുക്ക് എങ്ങനെ ദുആ ചെയ്യാൻ പറ്റും? അവർക്ക് പ്രത്യേകമായി ദുആ ചെയ്യേണ്ടതല്ലേ? കാരണം മദനീയം കുടുംബം ഉണ്ടാക്കി തീർത്ത വിപ്ലവം ചെറിയ വിപ്ലവങ്ങളല്ല, വലിയ വിപ്ലവങ്ങളാണ്. മദനീയം കുടുംബം ഉണ്ടാക്കി തീർത്ത വിപ്ലവം കേരളത്തിൽ ഇന്ന് വരെ, കേരളത്തിൽ ലോകത്ത് ഇന്ന് വരേക്കും ആരും ചെയ്യാത്ത വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തായ പാവപ്പെട്ട സാദാത്തുക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകി, ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിന് കാരണമായ മദനീയം കുടുംബത്തിന് പ്രത്യേകമായി ദുആ ചെയ്യുക എന്നത് അത് മദനീയത്തിന്റെ ഒരു ആവശ്യമാണ്. അത് നമ്മുടെ ആവശ്യമാണ്. അത് മദനീയത്തിലെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. മദനീയത്തെ സ്നേഹിക്കുന്ന, മദനീയത്തെ ഏറ്റെടുത്ത, മദനീയത്തിൽ പങ്കെടുക്കുന്ന, മദനീയത്തെ ഒരു ആവേശമായി കൊണ്ടു നടന്ന് അതിന്റെ പദ്ധതികൾ വിജയിപ്പിച്ച മദനീയം കുടുംബത്തിൽ വെച്ച് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പ്രത്യേകമായ ദുആ ഉണ്ടാകും. അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മുടെ പ്രത്യേകമായ ഒരു സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറാത്തുകളും എല്ലാ ബറകാത്തുകളും അല്ലാഹു നമുക്ക് നൽകട്ടെ.